ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അതിൻ്റെ പേരെന്ന് പറയുന്നത് റെയിൻബോ ചിക്കനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലും അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ഉണ്ട വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കത്തി വെച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ, അതും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസ് വലിപ്പമുള്ള സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സവാള എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിന് വലിപ്പമുള്ളതായിരുന്നു, കണ്ടില്ല, അത്യാവശ്യത്തിനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന സവാള വളരെയധികം ചെറുതാണെങ്കിൽ 2 എന്നുള്ളത് 4 എണ്ണമാക്കി എടുക്കാം കേട്ടോ. അതേ സവാള കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. ഏകദേശം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാള ഒരു വൈറ്റ് ഷെയ്ഡായി വരണം. അപ്പോൾ അതുവരെ ഇത് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കുക. അതിനൊപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വരണം. അപ്പോൾ ഈ സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇനി ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണോ എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സവാളയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു വൈറ്റ് ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇച്ചിരി വലിപ്പമുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതേപോലെ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. ആ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ക്യാരറ്റും ഒന്ന് കുക്കായി വരും കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ള ക്യാരറ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാനായിട്ട് നോക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനൊപ്പം തന്നെ 1 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം മൂത്ത് വരണം, എന്ന് പറയാച്ചാൽ കുക്കായി വരണം. അപ്പോൾ അപ്പോഴാണ് ആ ഒരു മുളക് കുത്തൊക്കെ പോവുള്ളൂ. അപ്പോൾ അതുവരെ വീണ്ടും തുടർച്ചയായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. ഇതിലേക്ക് ഏകദേശം കണ്ടില്ലേ, 1.5 ടീസ്പൂണോളം സോയ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് റെഡ് ചില്ലി സോസ് കണ്ടില്ലേ, ഇത്രയും റെഡ് ചില്ലി സോസാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് ടൊമാറ്റോ സോസ്, ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്. അപ്പോൾ ഇത്രയാണ് ഞാൻ സോസായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോസുകൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും കണ്ടിന്യൂസ്ലി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ അതേ സോസുകൾ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നില്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ സാധാ നോർമൽ വാട്ടർ ഒഴിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നതെങ്കിൽ തിളയ്ക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇത്രയും വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏകദേശം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങുന്ന രീതിയിൽ വേണം വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഗ്രേവി കണ്ടോ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കാനായിട്ട് നോക്കാം. എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇച്ചിരി വലുതായത് കാരണം ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വരഞ്ഞ് വെച്ചിട്ട് ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിക്ക്, ആ ചിക്കൻ പീസുകളുടെ ഉള്ളിക്കൊക്കെ നല്ലപോലെ ഉപ്പും പുളിയും മുളകൊക്കെ പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചിക്കൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുകയാണെങ്കിൽ, ചിക്കൻ നല്ലപോലെ വേവിച്ചെടുക്കരുത്. കാരണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യും. നമ്മൾ ജസ്റ്റ് അതൊന്ന് വേവിച്ചെടുക്കുക എന്നുവെച്ചാൽ സാധാ പോലെ കേട്ടോ, എല്ലും മാംസം ഒരുപോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ എന്നാൽ വെന്തിട്ടും ഉണ്ടാവും. ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. അല്ലാതെ മാംസം സെപ്പറേറ്റ് പോയി ചിക്കൻ്റെ എല്ല് സെപ്പറേറ്റായി അങ്ങനെ വേവിച്ചെടുക്കരുത് കേട്ടോ. കണ്ടിട്ട് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഞാനിത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കുകയാണ്.
ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലത്തെ ചിക്കൻ കഷ്ണങ്ങൾ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയേക്കാളും കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഓയിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഓയിൽ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലാണെങ്കിൽ അങ്ങനെ, പാം ഓയിലാണെങ്കിൽ അങ്ങനെ, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചില്ലേ, ആ ചട്ടിയിൽ നിന്ന് ചിക്കൻ പീസുകൾ ഇതുപോലെ എടുത്ത് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ പീസുകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെന്ന് പറയുമ്പോൾ ഒരു സൈഡ് ആവുന്നതനുസരിച്ച് മറിച്ചിട്ട് അങ്ങനെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഷാലോ ഫ്രൈ അല്ല, നല്ലപോലെ ഡീപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കൻ്റെ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഏകദേശം ഇതുപോലെ ഫ്രൈ ആയി വരണം. നല്ലപോലെ ഡീപ്പായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി റെയിൻബോ ചിക്കൻ കറിയുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തില്ലേ, ചിക്കൻ കഷ്ണങ്ങൾ വേവിച്ചെടുത്തില്ലേ, ആ ഒരു ഗ്രേവി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ള ഓയിലാണ് കേട്ടോ. അപ്പോൾ വെച്ചാൽ ആ ഫ്രൈ ചെയ്ത ഓയിൽ എടുക്കുമ്പോൾ ആ ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആ സെയിം ഓയിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ഉണ്ട വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഒരു സവാള അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയുടെയും ഇഞ്ചിയും എല്ലാം മൂത്ത് വരണം, അതിൻ്റെ എല്ലാം പച്ചമണം മാറി വരണം. അപ്പോൾ അതുവരെ നമുക്ക് കണ്ടിന്യൂസ്ലി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ചേർക്കേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. ശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരണം, ആ മുളക് കുത്തൊന്നൊക്കെ മാറി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് സോയ സോസാണ്. അതും ഏകദേശം 1 ടേബിൾ സ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സോസൊക്കെ ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സോസൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഇതുപോലെ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം മീഡിയം സൈസ് വലുപ്പമുള്ള 2 ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അതിനൊപ്പം തന്നെ ഒരു സവാള, അതും ഇതുപോലെ അല്ലികളായിട്ട് കണ്ടില്ലേ, ഇതുപോലെ അല്ലികളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ള ക്യാപ്സിക്കവും സവാളയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നല്ലപോലെ വേവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അത് ചൂടായി വന്നിട്ടുള്ള ഈ ക്യാപ്സിക്കൊക്കെ നമ്മൾ ആ ചട്ടിയിലില്ലേ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് ചിക്കനൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ ക്യാപ്സിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രേവിയും എല്ലാം ഒന്ന് യോജിച്ച് വരണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ
1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തത്. ഞാനിപ്പോൾ ഇളം ചൂട് വെള്ളമാണ് എടുത്തിട്ടുള്ളത്, അതിലാണ് മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇച്ചിരി ഗ്രേവി ടൈപ്പാണ്. ഇതിനും നല്ലപോലെ ഡ്രൈ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ വറ്റിച്ചെടുത്താൽ മതി. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്, ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിങ്ങനെയൊക്കെ ആകുമ്പോൾ ചപ്പാത്തി, പൊറോട്ട, അതുപോലെ തന്നെ റൈസ്, അതിലേക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.